വയറ്റിൽ വരുന്ന ക്യാൻസർ, വയറ്റിൽ വരുന്ന അർബുദം അല്ലേ? നമ്മൾ പലപ്പോഴും ഇതിനെക്കുറിച്ച് കുറേയേറെ കേൾക്കാറുണ്ട്. പക്ഷേ ഇത് എല്ലാം ഒരു ജനറലൈസ്ഡ് ടേമാണ്. വയറ്റിൽ വരുന്ന, അതായത് നമ്മുടെ ദഹന സങ്കേതം, നമ്മുടെ ആ ഒരു പ്രക്രിയയിൽ വരുന്ന എല്ലാ ഓർഗൻസിനും ക്യാൻസർ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വയറ്റിലെ ക്യാൻസറിന്, അല്ലെങ്കിൽ ഈ നമ്മുടെ ദഹനേന്ദ്രിയങ്ങളിൽ അല്ലെങ്കിൽ ദഹന സങ്കേതത്തിൽ വരുന്ന ക്യാൻസറിനെ 3ആയിട്ട് ഭാഗിക്കാറുണ്ട്. അതായത് അപ്പർ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ക്, മേൽഭാഗത്ത് ഒരു പോർഷൻ, പിന്നെ മിഡിൽ പോർഷൻ, പിന്നെ ലാസ്റ്റ് പോർഷൻ. അപ്പം അപ്പറിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് അന്നനാളം മുതൽ നമ്മുടെ എന്താ പറയുക, ആമാശയം സ്റ്റമക്കിലേക്ക് എൻട്രി ചെയ്യുന്ന പോയിന്റ് വരെയാണ് നമ്മൾ അപ്പർ എന്ന് പറയുക. അത് ആമാശയം അതും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് വരുമ്പോൾ അപ്പറായിട്ട് വരും. അത് കഴിഞ്ഞ് നമ്മുടെ ചെറുകുടലും അങ്ങോട്ടേക്ക് പോകുന്ന ഒരു സി ഷേപ്ഡ് ആയിട്ടുള്ളൊരു പൈപ്പ് ഉണ്ട്, ഡ്യൂഡിനം എന്ന് പറയും, അതിനെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. പിന്നെ ഈ മിഡിൽ പോർഷനും അവസാനം വരുന്ന കോളോറെക്ടൽ, അതായത് മലദ്വാരവും അതിന് മേലെയുള്ള വൻകുടലിൻ്റെ ഭാഗങ്ങളും. അപ്പോൾ ഇത്തരത്തിലാണ് ഇത് 3ഉം ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഓരോ ഭാഗത്ത് വരുന്ന ക്യാൻസർ, ഇത് കൂടാതെ നമ്മുടെ വയറ്റിലെ ക്യാൻസർ എന്ന് പറയുമ്പോൾ നമ്മളൊരു വലിയ ഓർഗൻ അല്ലേ, ലിവർ, അതായത് നമ്മുടെ കരള്, അതും ദഹനത്തിന് വേണ്ടി സഹായിക്കുന്ന ഒരു വലിയൊരു ഓർഗനാണ് ലിവർ. അപ്പോൾ ലിവറിൽ വരുന്ന ക്യാൻസറും വയറ്റിലെ ക്യാൻസറായിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അതുകൂടാതെ പാൻക്രിയാസ് എന്ന് പറഞ്ഞൊരു ഗ്രന്ഥിയുണ്ട്. ആ ഗ്രന്ഥിയിൽ വരുന്ന ക്യാൻസറും യൂഷ്വലി നമ്മൾ വയറ്റിൽ വരുന്ന ക്യാൻസറിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് കൂട്ടുന്നത്. പക്ഷേ ഇവയെല്ലാം ഒരു വ്യക്തിക്ക് വരുമ്പോൾ പല തരത്തിലുള്ള സിംറ്റംസ് അല്ലെങ്കിൽ പല തരത്തിലുള്ള രോഗലക്ഷണങ്ങളായിരിക്കും കാണിക്കുക. അപ്പോൾ നമ്മളിത് ഓരോന്ന് ഡിവൈഡ് ചെയ്ത് പഠിച്ചാലേ ഓരോ ഭാഗത്ത് വരുന്ന അർബുദത്തിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് വിശദമായി പഠിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് ഇതിൽ മൊത്തത്തിൽ എല്ലാത്തിലും കൂടെ കോമൺ ആയിട്ട് പൊതുവായിട്ട് വരുന്ന കുറച്ച് ലക്ഷണങ്ങളുണ്ട്. അവയെക്കുറിച്ചായിരിക്കാം ഇപ്പം നമുക്ക് സംസാരിക്കാം. അപ്പം ആദ്യമേ നമുക്കറിയാം, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഭക്ഷണം ദഹിച്ചു മാറുന്ന വരെയുള്ള പ്രക്രിയയ്ക്ക് ഇടയ്ക്ക് വരുന്ന ഏതെങ്കിലും അവയവത്തിൽ വരുന്ന ക്യാൻസറിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളുടെ ഭക്ഷണം എടുക്കുന്ന രീതിയിൽ മാറ്റങ്ങൾ വരിക, ഭക്ഷണം കഴിക്കാൻ തോന്നാതിരിക്കുക, വിശപ്പില്ലായ്മ വരിക, കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിറഞ്ഞു എന്നുള്ളൊരു ഫീലിംഗ് വരിക. പിന്നെ അർബുദത്തെക്കുറിച്ച് ാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യമേ പറയുകയാണ്, ഇതിൽ കാണുന്ന 1-2 ലക്ഷണങ്ങൾ വെച്ച് എനിക്ക് ക്യാൻസർ ആണോ എന്നുള്ള സംശയത്തിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഒരു രോഗത്തെക്കുറിച്ച് പഠിക്കുന്നതും അറിയുന്നതും അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മളിൽ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അസുഖം അല്ല എന്ന് തീർച്ചപ്പെടുത്താനുള്ള ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോകാനുള്ളതാണ്. അത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന സംഭവങ്ങൾ പലരിലും പല രീതിയിലും കാണാം. പക്ഷെ അത് നല്ല രീതിയിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താൽ മാത്രമേ അത് അസുഖമാണോ അല്ലേ എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം പറഞ്ഞ ലക്ഷണം, നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നെങ്കിൽ പെട്ടെന്ന് വയറ് നിറഞ്ഞതുപോലെ, അല്ലെങ്കിൽ പെട്ടെന്ന് നെഞ്ച് വരെ നമ്മളുടെ ഭക്ഷണം ചെല്ലുമ്പം ഫില്ലാവുന്നു, നമുക്ക് ഇറക്കാൻ പറ്റുന്നില്ല, സോഫ്റ്റ് ആയിട്ടുള്ള ഭക്ഷണമേ കഴിക്കാൻ പറ്റുന്നുള്ളൂ, കട്ടിയുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ എവിടെയോ തടയുന്നു എന്നുള്ള ഫീലിംഗ്. ഇത്തരത്തിലുള്ള ഫീലിങ്സ് നമുക്ക് ഒരു വയറ് സംബന്ധമായ ഏത് അർബുദത്തിലും കാണാം. എന്നാലും മേൽഭാഗത്ത് വരുന്നത്, അത് വായി കഴിഞ്ഞ് നമ്മുടെ അന്നനാളം തൊട്ട് ആമാശയം വരെ വരുന്ന അർബുദങ്ങളിലാണ് യൂഷ്വലി നമുക്ക് ഇവിടെ നിന്നേ കഴിക്കുമ്പോൾ ഒരു ഇറക്കാനുള്ളൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുക. പിന്നെ ചില സമയത്ത് നമ്മൾ പറയാറുണ്ട്, ഇപ്പം നമ്മുടെ ആമാശയത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗമാണല്ലോ റെക്റ്റം. അപ്പോൾ അവിടെ നിന്ന് നമ്മളിപ്പോൾ മലവിസർജനം ചെയ്യുമ്പോൾ അതിൽ രക്തം കാണുക, അത് വയറ്റിൽ ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമാകാം. നിർബന്ധമായി ആകണം എന്നല്ല, ആകാം. അപ്പോൾ ഈ രക്തം കാണുന്നത് തന്നെ പല രീതിയിലായിരിക്കും. ഇപ്പം കട്ട പിടിച്ച രക്തമാണ് യൂഷ്വലി മലത്തിൽ കലർന്ന് കാണുന്നതെങ്കിൽ അത് സ്വാഭാവികമായിട്ട് നമ്മുടെ ആമാശയത്തിൻ മേൽഭാഗത്തിൽ നിന്ന് വരുന്ന ഒരു രക്തസ്രാവത്തിൽ നിന്നായിരിക്കും അതുണ്ടാവുക. ബിക്കോസ് ആമാശയത്തിൽ നമുക്കറിയാം ഒരു ആസിഡ് ഉണ്ട്, ആസിഡുമായിട്ട് രക്തം കലർന്ന് വരുമ്പോൾ അതിൻ്റെ കളർ മാറി അത് ഡാർക്ക് കളറാവുന്നു. അപ്പോൾ ആ ഡാർക്ക് കളറാണ് മലത്തിൽ കാണുന്നതെങ്കിൽ നമുക്ക് ഏകദേശം ഒന്ന് ഊഹിക്കാം അത് ആമാശയത്തിൻ മേൽഭാഗത്തുള്ളൊരു ക്യാൻസറിലാണ് വരുന്നത്. അല്ലാതെ ഒരു ഫ്രാങ്ക് ആയിട്ടുള്ള ബ്ലീഡിങ്, ഒരു സാധാരണ ബ്ലഡ് പോലത്തെ ബ്ലഡ് ആണെങ്കിൽ അത് മിക്കവാറും അവസാന ഭാഗത്തിൽ നിന്നുണ്ടാവുന്ന ഒരു രക്തസ്രാവത്തിൽ നിന്നായിരിക്കും ഉണ്ടാവുക. അപ്പോൾ യൂഷ്വലി നമുക്കൊക്കെ അറിയാം, ക്യാൻസർ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഒരു മുഴ ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഭാഗത്തെ കോശങ്ങൾക്ക് മാറ്റം വന്ന് അതിന് തടിപ്പുണ്ടാവുക, അത് എന്ത് ജോലിയാണോ അതിൻ്റെത് ആ ജോലി ചെയ്യാൻ പറ്റാണ്ട് വരിക, അതിൽ എന്തെങ്കിലും ഒരു തടസ്സങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഇത്തരത്തിലാണല്ലോ, അതുകൊണ്ടുണ്ടാവുന്ന കാര്യങ്ങളായിരിക്കും പിന്നെ ഉണ്ടാവുക. അതായത് ഒന്നെങ്കിൽ ഓക്കാനം അല്ലെങ്കിൽ ഛർദി ഉണ്ടാവാം. നമ്മളുടെ വിസർജന ശീലങ്ങൾ, ഇപ്പോൾ ചിലർക്ക് യൂഷ്വലി കോൺസ്റ്റിപ്പേറ്റഡ് എന്ന് പറയും, എപ്പോഴും മലബന്ധമാണ് എന്ന് ചില വ്യക്തികൾ പറയാറുണ്ട്. ചിലർ പറയാറുണ്ട് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല, എനിക്ക് എപ്പോഴും ലൂസായിട്ടാണ് വയറ്റിൽ നിന്ന് പോവുക. പക്ഷേ
ഇങ്ങനൊരു അസുഖം ഉണ്ട് എന്ന് സംശയിക്കേണ്ട അവസ്ഥ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ മലബന്ധം ഭയങ്കര കഠിനമായിട്ട് വരിക, നമുക്ക് മരുന്ന് കഴിക്കണം എന്നുള്ളൊരു തോന്നൽ വരിക, അല്ലെങ്കിൽ മലബന്ധവും വയറ്റിളക്കവും മാറിയും മറിച്ചും വരിക. പതിവില്ലാതെ വയറിളക്കമുള്ള ഒരാൾക്ക് മലബന്ധം വന്ന് പിന്നെ വീണ്ടും വയറിളക്കത്തിലേക്ക് പോയി വീണ്ടും മലബന്ധം വരിക. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ ആ ഒരു ശീലത്തിലുണ്ടാവുന്ന മാറ്റവും വയറ്റിലെ ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമാകാം. പിന്നെ ഭക്ഷണം ദഹിക്കാതെ പോവുക, ഭക്ഷണത്തിന് നിറവ്യത്യാസം ഉണ്ടാവുക, ഒരു ചോക്ക് പോലെ ഒരു മഞ്ഞ കളർ ഒട്ടുമില്ലാതെ ആ രീതിയിൽ വരിക, ആ രീതിയിൽ മലം പോവുക, ഇതുമെല്ലാം ലിവറിനോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഏതെങ്കിലും അവയവത്തിനോ ബാധിക്കുന്ന ക്യാൻസറിൻ്റെ ലക്ഷണമാകാം. പിന്നെ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഫീൽ ചെയ്യണം നമ്മുടെ വയറ്റിൽ തന്നെയാണ്, അല്ലേ? ഇപ്പോൾ വയറ് വല്ലാണ്ട് വീർത്തിരിക്കുന്നു, ഗ്യാസ് നിറഞ്ഞിരിക്കുന്നു, തട്ടുമ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നു, എന്തോ വയറ്റിൽ എന്തോ ഉള്ളതുപോലത്തെ ഒരു ഫീലിംഗ്, എന്തോ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫീലിംഗ്, കിടന്നാൽ നമുക്ക് ശ്വാസം കിട്ടാണ്ട് വരിക, വയറിലെ ആ വീർപ്പ് കാരണം ശ്വാസം കിട്ടാണ്ട് വരിക, ഇതും വയറ്റിലെ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളിൽ പെടുത്താവുന്നതാണ്. പിന്നെ ചില ഭക്ഷണത്തിനോട് അമിതമായ ഒരു ആസക്തി തോന്നുകയും ചിലതിനോട് പതിവില്ലാത്തൊരു വിരക്തി തോന്നുകയും ചെയ്യുക. നമ്മൾ സാധാരണ കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനമായിരുന്നു, പക്ഷെ ഇപ്പോൾ കഴിച്ചിട്ട് അത് നമുക്ക് പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു ഫീലിംഗ് വരിക, അതും ഇത്തരത്തിലുള്ള അർബുദങ്ങളുടെ കാരണങ്ങളിൽ ഒന്നായി മാറാം. വയറുവേദനയും ഒരു ലക്ഷണം തന്നെയാണ്. വയറുവേദന പക്ഷേ എല്ലായ്പ്പോഴും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവണമെന്നില്ല. വയറ് വല്ലാതെ വീർത്ത് വരിക, അല്ലെങ്കിൽ കുടവയറ് വെക്കുന്നത് പോലെ പെട്ടെന്നൊരു വ്യക്തിക്ക് കുടവയറ് വെച്ചോ എന്നുള്ളൊരു തോന്നൽ, ഈ ലക്ഷണങ്ങളെല്ലാം. ഇത് കൂടാതെ അനീമിയയുടെ, അതായത് രക്തക്കുറവിൻ്റേതായ ഫീച്ചേഴ്സ് കാണിച്ച് തുടങ്ങുവാണ്. ഒരാൾ പെട്ടെന്ന് വെയിറ്റ് കുറയുവാണ്, പെട്ടെന്ന്, അതായത് ഒരു കാരണവുമില്ല, സാധാരണ പോലെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, എന്നിട്ടും സാധാരണയെക്കാളും കൂടുതൽ വെയിറ്റ് കുറയുന്നുണ്ട്. അപ്പം ഇത്തരത്തിലെ കാര്യങ്ങൾ ഒരു വ്യക്തിയിൽ കാണുകയാണെങ്കിൽ നമുക്ക് അത് വയറ്റിലെ ഏതെങ്കിലും ഒരു അവയവത്തിലെ ക്യാൻസർ ആയിട്ട് സംശയിക്കാം. അങ്ങനെ ഒരു സംശയം നമുക്ക് തോന്നിയാൽ നമ്മൾ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് നമ്മുടെ അടുത്തുള്ളൊരു ഡോക്ടറെ കണ്ട് വേണ്ട ലാബ് പരിശോധനകൾ അത് ചെയ്ത് അത് അല്ല എന്ന് തീർച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ നോക്കുക. ഇനി അതാണെങ്കിൽ തന്നെ അതിൻ്റെ ചികിത്സയിലേക്ക് വേണം അടുത്തൊരു ഫോക്കസ് ചെയ്യേണ്ടത്. വയറ്റിലെ ക്യാൻസർ വന്നു ചേരാനായിട്ട് ചില കാരണങ്ങളുണ്ടാവും. ഒരു ജനിതക ഘടകവും ഫാമിലി ഹിസ്റ്ററിയും കൂടാതെ പുകവലി വല്ലാണ്ട് അമിതമായി പുകവലിക്കുന്ന ഒരു വ്യക്തിയിൽ ഇതിന് ചാൻസസ് കൂടുതലാണ്. അതുകൂടാതെ ഇപ്പം നമ്മൾ ഈ അൽഫാം പോലെ പുകച്ച് കഴിക്കുന്ന, മാംസം പുകച്ച് കഴിക്കുന്ന അല്ലെങ്കിൽ കരിച്ച് കഴിക്കുന്ന ഒരു പ്രവണത നമ്മളുടെ ഇപ്പോഴത്തെ തലമുറയിൽ കുറേയേറെ കാണുന്നുണ്ട്. അപ്പോൾ ആ സ്മോക്ഡ് ആയിട്ടുള്ള മീറ്റ് കഴിക്കുക, പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റ് കഴിക്കുക, ടിൻഡ് ഫുഡ്, പിക്കിൾഡ് മീറ്റ്, അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ കഴിക്കുന്ന ആൾക്കാരിൽ ഇത് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇത് കൂടാതെ അമിതമായി അല്ലെങ്കിൽ റെഗുലറായി മദ്യം സേവിക്കുന്ന ആൾക്കാർക്ക്, മദ്യപാനമുള്ള വ്യക്തികളിലും ഇതിനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ ഒരു ഹിസ്റ്ററി ഓഫ് സ്റ്റമക്ക് സർജറി, നമ്മുടെ വയറിൽ ഒരു അൾസർ ഉണ്ടായിട്ട് അതിനൊരു സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയും ആ സ്കാറിൽ, സർജറി സ്കാർ, വയറ്റിനകത്തുള്ള സ്കാറിലേക്ക് ഒരു ക്യാൻസർ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസസ് പലപ്പോഴും കൂടുതലായിട്ട് കാണാറുണ്ട്. പിന്നെ ചില വൈറൽ ഇൻഫെക്ഷൻസ്, ഒരു EB വൈറസ് എന്ന് പറയും, EB വൈറൽ ഇൻഫെക്ഷൻ ഹിസ്റ്ററി ഉള്ള വ്യക്തികൾ ശ്രദ്ധിക്കേണ്ടതാണ്. അവർക്കിങ്ങനെ ഈ തരത്തിലുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ചാൻസസ് ആർ ദെയർ, അത് ഒരു ആമാശയ അല്ലെങ്കിൽ ഒരു വയറ്റിലെ ക്യാൻസർ ആയിട്ട് മാറാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ പൊല്യൂഷൻ ഒരു വലിയ ഫാക്ടറാണ്. അതായത് കെമിക്കൽസുമായിട്ട് എക്സ്പോസ്ഡ് ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ, അങ്ങനത്തെ ഇൻഡസ്ട്രീസിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, ആസ്ബസ്റ്റോസ് അല്ലെങ്കിൽ ഈ കൽക്കരി പോലത്തെ സാധനങ്ങളെ കുറേയേറെ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ, റബ്ബർ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നത്, ആ കെമിക്കൽസുമായിട്ട് എക്സ്പോഷർ ഉള്ള ആൾക്കാർ, പിന്നെ നേരത്തെ പറഞ്ഞ ജനിതക ഘടകങ്ങളും ഫാമിലി ഹിസ്റ്ററി, ഒരു ഗ്യാസ്ട്രിക് അൾസറിൻ്റെയോ ഗ്യാസ്ട്രിക് ക്യാൻസറിൻ്റെയോ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അതും ഈ ക്യാൻസർ വന്നു ചേരാനുള്ള ചാൻസസ് കുറേയേറെ കൂട്ടുന്നുണ്ട്.